നീ ആഴ്ചയിലൊന്നും എടുക്കണതിനെ കൊണ്ടല്ലേ നിനക്ക് ഈ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ 18,000 രൂപ തരാമെന്ന് പറഞ്ഞു. എത്ര പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ട് മതിയല്ലേ? എത്ര എണ്ണം? 15 എണ്ണം. ആ 10. ഒരു കാര്യം ഉള്ള അടുപ്പിച്ച് വെച്ചാൽ മതി. 18,000 രൂപ വെച്ചാ പറയാതെ കാര്യം പറ. എല്ലാവരും ടൈപ്പല്ല, പലതും പല കുട്ടിയാണ്, അത് കുഴപ്പമില്ല. പറ നോക്കട്ടെ, കന്നുകളെല്ലാം നോക്കിയിട്ട് വില പറ. അങ്ങനെ വെക്കൂല നീ. നിരക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഈ അങ്ങനെ തിരിച്ചും മറിച്ചുമുള്ള പരിപാടി ഇല്ല. നിരക്ക് കുട്ടി നോക്കിയിട്ട് പറ. 18,000 രൂപ വെച്ച് തരാൻ പറഞ്ഞു. ഫുള്ള് നിരക്കാണ്, ഒരേ വിലയാണ്. കൊണ്ടല്ലേ 2,000 രൂപ 14,000 രൂപ. നീ കന്ന് നോക്കടേ, കന്ന് നോക്കിയിട്ട് കാര്യം പറയട്ടെ. 18,000 രൂപ വെച്ച് ചോദിച്ചാൽ കന്നും തരുന്ന നിനക്ക് വില കൂടിപ്പോയാ ചോദിച്ചു. അതിന് വേണ്ടി നിറയെ കന്ന് നോക്ക്. ഈ കിടക്കണൊക്കെ എത്ര വിധം വയ്ക്കും നോക്ക്. അങ്ങോട്ട് നോക്കിയാണ് ആ കുട്ടി വായിക്കാണ്. അതെല്ലാം 20, 22, 23 രൂപയൊക്കെ വിൽക്കുന്ന കുട്ടികളല്ലേ. താണ്ടെ ഇതിലുണ്ട്. താണ്ടെ ഇത് 2 40 രൂപ വയ്ക്കൂലേ? ആ അത് തന്നെ ഇതല്ല. അപ്പൊ അങ്ങനെ പറയണ്ട. 18,000 രൂപ വെച്ച് നിരക്കാണ് തരാന്ന് പറഞ്ഞ 10 എണ്ണം 15 രൂപ വെച്ച് മുതലാവൂല്ലേ? ഇല്ല അങ്ങനെ വെക്കൂല. 15 രൂപ വെച്ച് എങ്ങനെ മുതലാവും? എന്നാ കണക്കൂട്ടി വയ്ക്കാണ്. നിനക്ക് ഞാൻ ഒരു കാര്യം പറയാം. കൊള്ളാൻ കൊണ്ടുപോകും. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. നീ കഴിഞ്ഞ ആഴ്ച 10, 15 എണ്ണം കൊണ്ടുപോയത് കൊണ്ടാണ് തരാന്ന് പറഞ്ഞത്. അത് കിട്ടണം. വണ്ടിക്കൂലിയും കഴിയും. നിനക്കും വേലക്കൂലി കിട്ടണം. വേലക്കൂലി ഇട്ടാൽ കന്നല്ലേ ആരെങ്കിലും മേടിക്കൂ? ഇത് പിടി 17,000 രൂപ വെച്ച് തരണം നിരക്ക്. ഇവിടെ ഒരാഴ്ച കഴിഞ്ഞെങ്കിൽ കന്നാലിൻ്റെ ക്ഷീണമൊക്കെ മാറി വിൽക്കുമ്പോൾ 20, 22, 23 രൂപ വിൽക്കാം. ഈ കന്നാളെല്ലാം കൂടെ നോക്കിയിട്ട് വില പറ. ഇല്ല ഞാൻ ഈ പറഞ്ഞ പൈസ തരണം. പിന്നെ അല്ല ഒരാഴ്ച നിന്റെ വയലിൽ കൊണ്ടുപോയൊക്കെ ഇട്ട് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റിയാൽ കൊടുക്കുമ്പോഴത്തേന് വില കിട്ടും. ഇല്ല വെക്കൂല. 17,000 രൂപയ്ക്ക് തരാം. താണോ എനക്ക്? ഇവിടെ 16,000 രൂപ. 1 രൂപ കുറച്ച് തരില്ല. ഈ കണ്ട 10 എണ്ണം 10 തന്നാല്. ഓ എമൗണ്ട് കൂട്ടിക്കാൻ 1,60. 1,60,000 രൂപ. ഓ അതൊക്കെ അവ ഇപ്പം ചില്ലറ വിൽക്കാനല്ലേ. അവിടെ വിൽപ്പന ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ കൊണ്ടുപോകണം. ഓ ബാക്കിയുള്ള വളത്തട്ട്. ഓ